ഹായ് ഹലോ. നമ്മളുണ്ടല്ലോ ഇന്ന് കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക് എന്നൊക്കെ പറയത്തില്ലേ, ആ മില്ലറ്റ് വെച്ചിട്ടുള്ള അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അരിയുടെ അപ്പമില്ലേ, ആ അപ്പത്തിന്റെ അതേ ടേസ്റ്റ് ആട്ടോ വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വരകരി ആട്ടോ എടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണേ. ആദ്യം കഴുകുമ്പോൾ നമുക്ക് ഈ ചെളിവെള്ളമൊക്കെ പോലെ തോന്നും, പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം വരുന്നവരെ നമ്മൾ ഈ മില്ലറ്റ് കഴുകിയെടുക്കണേ. കണ്ടോ, എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുണ്ടല്ലോ ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാട്ടോ. ഇനി ഒരു 1/4 കപ്പ് അവൽ എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാട്ടോ. അപ്പൊ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് വരക് അരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു 1.5 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ച അവലുണ്ടല്ലോ, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ 2 ഏലക്ക തൊലി കളഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതൊരു 4-5 മണിക്കൂർ വെച്ചാൽ തന്നെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങേ. അപ്പൊ നമ്മുടെ നാട്ടിലെ സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 8 മണിക്കൂർ വെക്കണം എന്നുള്ളേ. അപ്പൊ നമുക്കിതൊരു 6 മണിക്കൂറോളം ഒന്ന് പൊങ്ങാൻ വെക്കാം. ഇത് ഞങ്ങൾ ഡിന്നർ ആയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ അപ്പത്തിന് വേണ്ടിയിട്ട് കടലക്കറി അടിപൊളി പോകുമ്പോഴാണല്ലോ, കടലക്കറി അല്ലെങ്കിൽ മുട്ടക്കറി. അപ്പൊ ഞാൻ കടലക്കറി ഉണ്ടാക്കുവാണേ. അപ്പൊ ഈ കടലക്കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്റെ ഈ കടലക്കറി അടിപൊളിയാട്ടോ. ഞാൻ സ്വയം പൊക്കുന്നതല്ലേ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കടലക്കറി. ഇതിന്റെ ഒരു റെസിപ്പി ഒരു ദിവസം ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് പൊക്കിപ്പറയല്ല ഈ പറയണേന്ന്. അപ്പൊ ഞാൻ ഇതിന്റെ റെസിപ്പി ആയിട്ട് ഒരു ദിവസം വരുന്നുണ്ടേ. നിങ്ങളെല്ലാം വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ കറക്റ്റായിട്ട് വന്ന് പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പത്തിന്റെ റെസിപ്പി അല്ലേ, അപ്പൊ നമുക്ക് അപ്പം പോയി ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ അപ്പത്തിന്റെ മാവ് ഏകദേശം നല്ലതായിട്ട് പുളിച്ചിട്ട് ഒന്ന് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 അപ്പം ഉണ്ടാക്കി നോക്കാം ആദ്യം. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെയിറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫുഡാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.